പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എങ്ങനെ തിരിച്ചറിയാം? കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണകാരകവും ശാരീരിക വൈകല്യങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രോഗമാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്. കേരളത്തിലെ ഗ്രാമങ്ങളിൽ 1,300,000 പേർക്കും നഗരങ്ങളിൽ ഏകദേശം 1,500,000 പേർക്കും ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതോ തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുന്നതോ ഈ അവസ്ഥ ഉണ്ടാക്കുന്നു. സ്ട്രോക്ക് ഉണ്ടായാൽ ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ ഒരു നല്ല ന്യൂറോളജിസ്റ്റ് ഡോക്ടറുടെ അടുത്തെത്തിച്ചാൽ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകാതെ ആ രോഗിയെ രക്ഷിക്കുവാൻ സാധിക്കും. സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ വൈകിയാൽ രോഗി മരണപ്പെടുകയോ തലച്ചോറിലെ കോശങ്ങൾ നശിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകാനോ സാധ്യതയുണ്ട്. സ്ട്രോക്ക് സംഭവിച്ചാലുടൻ അത് തിരിച്ചറിയുവാൻ ചില വഴികൾ എത്നിക് ഹെൽത്ത് കോഡ് നിർദ്ദേശിക്കുന്നു. അകാരണമായി തലവേദനയോ തലകറക്കമോ ഛർദിലോ ഉണ്ടായാൽ അവർക്ക് നിങ്ങൾ 4 ടെസ്റ്റ് ചെയ്തു നോക്കുക. 1. അവരോട് നാക്ക് നീട്ടുവാൻ ആവശ്യപ്പെടുക. സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാക്ക് നീട്ടുമ്പോൾ അത് ഒരു വശത്തേക്ക്, അതായത് ഇടത്തോട്ടോ വലത്തോട്ടോ വളയാൻ സാധ്യതയുണ്ട്. 2. രോഗിയോട് പുഞ്ചിരിക്കാൻ ആവശ്യപ്പെടുക. ചുണ്ട് ഒരു വശം കോടിപ്പോകുന്നത് കാണാം. 3. രോഗിയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുക. സംസാരത്തിൽ ചെറിയ കുഴച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4. രോഗിയോട് 2 കൈകളും ഉയർത്താൻ ആവശ്യപ്പെടുക. ഒരു കൈ ഉയർത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായാൽ അത് സ്ട്രോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏകദേശം 2 ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അവരെ ഉടനടി ഒരു നല്ല ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കുക. എങ്കിൽ അവരെ സ്ട്രോക്കിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കാം. ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് പരമാവധി പ്രചരിപ്പിക്കുക. വളരെ ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.